ഹായ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണേണ്ടത് ടൈപ്സ് ഓഫ് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് പല തരത്തിലാണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ഒക്കെ 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറില്ലേ, 3 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഫില്ല് ചെയ്യാമല്ലോ, അല്ലെ ഏത് ടൈപ്പിൽ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കത് എഴുതാൻ പറ്റും. അപ്പോൾ നോക്കാം, നമുക്ക് വളരെ എളുപ്പമാണ്. ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്, പലതരത്തിലുള്ള ബഡ്ജറ്റുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ബഡ്ജറ്റിനെ പ്രധാനമായും 2 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ബഡ്ജറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻറ്റു 2. ബഡ്ജറ്റ് ഈസ് ബ്രോഡലി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ആണ്. അത് ഒന്നാമത്തേത് ബാലൻസ്ഡ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ് ആൻഡ് അൺബാലൻസ്ഡ് ബഡ്ജറ്റ്. അൺബാലൻസ്ഡ് ബഡ്ജറ്റ്, ഇതാണ് 2 ക്ലാസിഫിക്കേഷൻ. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സന്തുലിത ബഡ്ജറ്റും അസന്തുലിത ബഡ്ജറ്റും അല്ലേ. അപ്പോൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എ ബഡ്ജറ്റ് ഇൻ വിച്ച് റവന്യൂ ഈക്വൽസ് എക്സ്പെൻഡിച്ചർ ആണ്. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റവന്യൂ ഈക്വൽസ് എക്സ്പെൻഡിച്ചർ. റവന്യൂവും എക്സ്പെൻഡിച്ചറും തുല്യമായ ബഡ്ജറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ആർ ഈസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം നമുക്ക്. ആർ ഈസ് ഈക്വൽ ടു ഇ ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചറിനെയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. എ ബഡ്ജറ്റ് ഇൻ വിച്ച് റവന്യൂ ഈസ് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ് ബാലൻസ്ഡ് ബഡ്ജറ്റ്. അപ്പോൾ അൺബാലൻസ്ഡ് ബഡ്ജറ്റ് എന്താണ്? റവന്യൂ നോട്ട് ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ അല്ലേ, ആർ നോട്ട് ഈക്വൽ ടു ഇ. Unbalanced budget is a budget where revenue not equal to expenditure. ഇനി unbalanced budget may be of 2 types. Unbalanced budgetനെ വീണ്ടും 2 ആയിട്ട് തരംതിരിക്കാവുന്നതാണ്. അതായത് റവന്യൂവും എക്സ്പെൻഡിച്ചറും എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അൺബാലൻസ്ഡ് ബഡ്ജറ്റിനെ 2 ആയിട്ട് തിരിക്കാം. അത് ഒന്ന് സർപ്ലസ് ബഡ്ജറ്റാണ്. സർപ്ലസ് ബഡ്ജറ്റ്, മിച്ച ബഡ്ജറ്റ് എന്ന് പറയും. സർപ്ലസ് ബഡ്ജറ്റ് ആൻഡ് രണ്ടാമത്തേത് സെക്കൻഡ് വൺ ഈസ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ് എന്ന് പറയും. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്തായിരിക്കും? സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് it is a budget where revenue greater than expenditure. Revenue greater than expenditure. എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ റവന്യൂ വരുന്ന ബഡ്ജറ്റുകളെയാണ് എന്ത് വിളിക്കുന്നത്? സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ചെലവിനേക്കാളും വരവ് കൂടുതലുള്ള ബഡ്ജറ്റാണ് സർപ്ലസ് ബഡ്ജറ്റ് അഥവാ മിച്ച ബഡ്ജറ്റ് എന്നറിയപ്പെടുന്നത്. അതേസമയം ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്തായിരിക്കും? Deficit budget is a budget where revenue less than expenditure. അതായത് വരുമാനം ചിലവിനേക്കാൾ കുറഞ്ഞ, എന്നുവെച്ചാൽ ഏതാണ് കൂടുതൽ? എക്സ്പെൻഡിച്ചറാണ് കൂടുതൽ അല്ലേ. എക്സ്പെൻഡിച്ചർ കൂടുതലായിട്ടുള്ള ബഡ്ജറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ബഡ്ജറ്റ്, unbalanced budget. Unbalanced budget is further divided into 2, surplus budget and deficit budget. Balanced budget is a budget where R is equal to E. അതായത് റവന്യൂവും എക്സ്പെൻഡിച്ചറും തുല്യമായ ബഡ്ജറ്റിനെയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഗ്രേറ്റർ ദാൻ എക്സ്പെൻഡിച്ചർ ആകുമ്പോഴതിനെ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. അതേസമയം റവന്യൂ ലെസ് ദാൻ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, വരവ് ചെലവിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഡെഫിസിറ്റ് അഥവാ കമ്മി ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ, നിങ്ങളുടെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അടുത്ത ക്ലാസ്സിൽ നോക്കാം ബാക്കി. താങ്ക് യു.